Hello friends. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന എങ്ങനെ നമുക്ക് ഗൂഗിൾ അനാലിറ്റിക്സിനകത്ത് ഗോൾ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ഗോൾ സെറ്റിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ആണ് വെൻ നമുക്ക് അനാലിറ്റിക്സിനകത്ത് റൈറ്റ് ആയിട്ട് കാര്യങ്ങൾ ട്രാക്ക് ചെയ്യണമെങ്കിൽ. സോ മൈ നെയിം ഇസ് വിപിൻ നായർ ഫ്രോം അവീവ് ഡിജിറ്റൽ, എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് വിച്ച് ഹെൽപ്സ് entrepreneur as well as students to learn digital marketing to grow their business as well as their career in digital marketing. So ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് തുടങ്ങാം. Let's take you to my mind map and we'll discuss over there. So first question is why goal setting is important. ഓക്കെ, സോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും അറിയാൻ വേണ്ടി. നമുക്കതെങ്ങനെ ട്രാക്ക് ചെയ്യാൻ പറ്റും, ലൈക്ക് ഫോം സബ്മിഷൻ, ഒരു ബട്ടൺ ക്ലിക്സ്, അക്കൗണ്ട് ക്രിയേഷൻസ്, ഇ ബുക്ക് ഡൗൺലോഡ്, വീഡിയോ പ്ലേ, അതുപോലത്തെ ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. ബട്ട് ഇതൊന്നും നമുക്ക് എന്താ ഡയറക്റ്റ് ആയിട്ട് ഗൂഗിൾ അനാലിറ്റിക്സിനകത്ത് നമുക്ക് സ്ട്രേറ്റ് ഫോർവേഡ് കിട്ടത്തില്ല. സോ ആ പർപ്പസിന് വേണ്ടി നമ്മൾ എന്താ ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മൾ ഗോൾസ് ക്രിയേറ്റ് ചെയ്യുന്നത് അനാലിറ്റിക്സിനകത്ത്. There are 4 different types of goals ആണ് ഉള്ളത് അനാലിറ്റിക്സിനകത്ത്. ഡെസ്റ്റിനേഷൻ ഗോൾ, ഡ്യൂറേഷൻ ബേസ്ഡ് ഗോൾ, പേസ് പെർ വിസിറ്റ് ഗോൾ ആൻഡ് ഈവൻറ്റ് ഗോൾ. ഇതിനകത്ത് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈവൻറ്റ് ഗോൾ ആണ്. ബട്ട് ഓരോ ഗോൾസിൻ്റെ ഓരോ പർപ്പസ് ഉണ്ട്. സോ വിൽ ഗോ ബൈ വൺ. സോ ഫസ്റ്റ് ഈസ് ഡെസ്റ്റിനേഷൻ. What is destination goal is when a visitor arrives to a specific page, it considered to be as a destination goal. So when we will going to set up this goal. Okay, so let's take you to my screen and show you how to set up that. So currently I am in my analytics account. So let's go to admin. So admin at goal. So oro view nathu namakku 20 goals around aanu create cheyan pattuna. So this is all website data view aanu. Idinathu namakku first goal set up cheyam. So first goal, click on the goal. Then you will see that a new goal setup option. So one view la ningalku 20 different types of goals namak create cheyan pattum. Okay, so when you click on the goal, first namakku or template based കാണും. So based on the template namakku goal setup ചെയ്യാം. But നമ്മൾ എന്താ ചെയ്യുന്നത്, custom ആണ് ക്ലിക്ക് ചെയ്യുന്നത്. So custom goal ൽ ക്ലിക്ക് ചെയ്യാം. So first goal നമുക്ക് ഇത് 4 ഓപ്ഷൻ ഞാൻ പറഞ്ഞില്ല: ഡെസ്റ്റിനേഷൻ, ഡ്യൂറേഷൻ, പേജ് പെർ സ്ക്രീൻ, സെഷൻ ആൻഡ് ഇവന്റ്സ്. ഈ സെക്ഷൻ ആയിരുന്നു നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഡെസ്റ്റിനേഷൻ, ഡ്യൂറേഷൻ, പേജ് പെർ വിസിറ്റ് ആൻഡ് ഇവന്റ്സ്. നമ്മളിപ്പോൾ ഡെസ്റ്റിനേഷൻ ആണ് സംസാരിക്കുന്നത്. when a visitor arrives on a specific page. ബേസിക്കലി ഈ പർട്ടിക്കുലർ ഗോൾ നമ്മൾ സെറ്റപ്പ് ചെയ്യുന്ന താങ്ക് യു പേജിനകത്ത് വിസിറ്റ് ചെയ്തവർ, അല്ലെ പിന്നെ നമുക്ക് ഒരു കൺവേഴ്സൺ നടന്നിട്ട് നമ്മൾ ലാൻഡിങ് പേജ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിനകത്ത് ഒരാൾ ഫോം ഫില്ല് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത് ഒരു പേജിനകത്തോട്ട് പോകും. ആ പേജ് സ്പെഷ്യലി നമ്മൾ നോൺ ആസ് താങ്ക് യു പേജ് എന്ന് നമ്മൾ പറയും. സോ ദിസ് ക്യാൻ ബി അവർ താങ്ക് യു പേജ്. So ഈ പേജിനകത്തോട്ട് ആളുകൾ എപ്പോഴാണ് എത്താൻ പോകുന്നത്, when they fill the one first action, when they fill, then only they will go to this page. So നമുക്കത് ഡെസ്റ്റിനേഷൻ, click on the destination സെക്ഷനകത്ത് ക്ലിക്ക് ചെയ്യാം and let's click on the continue. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും when it's get on the click on the destination equals to begins with and regular impression. So when we use equal to only link to track, ഒരു സ്പെഷ്യൽ ലിങ്ക് മാത്രം, ലൈക്ക് ഓൺലി വൺ ലിങ്ക് മാത്രം ട്രാക്ക് ചെയ്യണമെങ്കിൽ മാത്രമാണ് ഓൺലി ലിങ്ക് ടു ട്രാക്ക്. ബിഗിൻ വിത്ത്, ഇപ്പം വെൻ വി ആർ യൂസിങ് വിത്ത്, ഇപ്പം നമ്മൾ ഒരുപാട് UTM കോഡ് യൂസ് ചെയ്തിട്ട് ആ ലിങ്ക് ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, ആ സമയത്ത് നമ്മൾ ബിഗിൻ വിത്ത് ട്രാക്ക് ചെയ്യുക. അല്ലാതെ എന്താ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഓരോ UTM URLs യൂണീക്ക് ആയിരിക്കും. സോ ഓൺലി ലിങ്ക്, ആ പർട്ടിക്കുലർ ലിങ്ക് മാത്രം, വിതൗട്ട് UTM ലിങ്ക് ഉള്ള ലിങ്ക് മാത്രമേ അതുകൊണ്ട് ട്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദെൻ റെഗുലർ എക്സ്പ്രഷൻസ് വെൻ യു ആർ യൂസിങ് സബ് ഫോൾഡർ, അല്ലെ പിന്നെ സബ് ഡൊമൈൻസിനകത്തോ അല്ലെ പിന്നെ ഒരുപാട് UTM ഫോൾഡറിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രാക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന സെക്ഷനാണ്. സോ ആ പർട്ടിക്കുലർ സെക്ഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി 3 ഓപ്ഷൻ ഉണ്ട്. സോ ഐ ക്യാൻ യൂസ് ഈക്വൽ ടു, ബിഗിൻ വിത്ത് ആൻഡ് റെഗുലർ ഇംപ്രഷൻ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ബിഗിൻ വിത്ത്. അതായിരിക്കും ഏറ്റവും സേഫ് പൊസിഷൻ, ബിക്കോസ് നമ്മളിപ്പോൾ UTM യൂസ് ചെയ്യുകയാണെങ്കിലും എളുപ്പമായിരിക്കും ടു ഗെറ്റ് ദാറ്റ്. ഓക്കെ, സോ now let's get into my thank you page. So one of the thank you page, it's like Vipin Nair. So https hyphen vipinnair.com/thank you. Okay, so ഇനിയിപ്പം ഈ പർട്ടിക്കുലർ പേജിനകത്ത് വി ഡോണ്ട് റിക്വയർ ടു ഇൻക്ലൂഡ് ദിസ് ഡൊമൈൻ, ബിക്കോസ് ഈ ഡൊമൈൻ ഓൾറെഡി നമ്മുടെ വെരിഫൈഡ് ആയിരിക്കും. സോ നമുക്ക് എത്ര താങ്ക് യു മാത്രം എഴുതിയാൽ മതി. ദിസ് ഇസ് ദ ഫൈനൽ URL. സോ ബിഗിൻസ് വിത്ത് താങ്ക് യു കഴിഞ്ഞിട്ട് ഇതിനകത്ത് UTM കോഡ് എന്ത് വരുന്നുണ്ട് അതെല്ലാം അവർ കാൽക്കുലേറ്റ് ചെയ്യും. So you can just go with the thank you session. Don't click on the sensitivity, case sensitivity, just begin with.
ഇനിയിപ്പോൾ നിങ്ങൾക്ക് വാല്യൂ ഓൺ ചെയ്യണമെങ്കിൽ വാല്യൂ ഓൺ ചെയ്യാം. യു ക്യാൻ ഗിവ് എ വാല്യൂ. ഇഫ് ദാറ്റ് പർട്ടിക്കുലർ കൺവേർഷൻ ഹാസ് സം വാല്യൂ യു ക്യാൻ ഗിവ്. വാല്യൂ ഇല്ലെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ലീവ് ഇറ്റ്. ഫണൽ അഗെയിൻ ഈ പർട്ടിക്കുലർ പേജിനകത്തോടെ ഏത് പേജ് വഴിയാണ് എത്തുന്നത് നിങ്ങൾക്ക് അത് ട്രാക്ക് ചെയ്യണമെങ്കിൽ യു ക്യാൻ ക്രിയേറ്റ് എ ഫണൽ ഓൾസോ. ലൈക്ക് ഹോം പേജ് വിസിറ്റ് ചെയ്ത് സർവീസ് പേജിൽ പോയി സർവീസ് പേജിനകത്ത് ഈ പേജിനകത്തോട്ട് വന്ന് നിങ്ങൾക്ക് ഒരു ഫണൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ യു ക്യാൻ ക്രിയേറ്റ് എ ഫണൽ. സോ ഇറ്റ്സ് സ്ട്രേറ്റ് ഫോർവേഡ്. യു ക്യാൻ ക്രിയേറ്റ് ലൈക്ക് ഹോം പേജ്. ഇവിടെ നിങ്ങൾക്ക് ഹോം പേജിൻ്റെ URL കൊടുക്കാം. സോ ലൈക്ക് vipinnair.com ഹോം പേജ്. സോ ഓരോ പേജ് നിങ്ങൾക്ക് അത് ഇപ്പോൾ റിക്വയർ ആണോ ആ ഫണൽ പ്രോസസ്സിനകത്ത് വന്നാണോ റിക്വയർ ആണോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. സോ ആസ് ഓഫ് നൗ ഐ ഡോണ്ട് വാണ്ട് ദിസ്. സോ ലെറ്റ്സ് remove this. I am not setting this. So let's off this. So I'm not want funnel. So I just wanted to show that destination page nathote etra page. So even though I can check that last 7 days nathu areyilum idinathu vannittundo conversion nadannittundo ennum kude namukku check cheyan pattum. So that is the first type of conversion, that is destination based conversion. Now what I will do, I will save this. Okay, once I save this, so that's the save. Destination goal is set up, complete ready. So once ipo kando 18 goal left, so we have like 20 goals. So ipo ainathane 18 goals is left. Now if I need to edit something, ipo endele enki edit cheyanengile I can go back here, I can click on edit, I can change the destination, I can change the goal, I can change the goal setting, I can include funnel, all those sections enki later on edit cheyan pattum. So that is our destination goal. So that is our destination goal. Then comes duration. Okay, duration basically how long a site visitor stay on your website before leaving. ഒരാൾ നിങ്ങളുടെ വെബ്സൈറ്റിനകത്ത് വന്നിട്ട് എത്ര നേരമാണ് അവിടെ നിന്നിരിക്കുന്നത് അത് ബേസിക്കലി ട്രാക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ പർട്ടിക്കുലർ ഗോൾ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദിസ് ഗോൾ. അഗെയിൻ ക്രിയേറ്റ് എ ന്യൂ ഗോൾ. സോ നമുക്ക് ഇവിടെ പർട്ടിക്കുലർ സെക്ഷനകത്ത് അഗെയിൻ വിൽ ഗോ ടു കസ്റ്റം, കണ്ടിന്യൂ. ഇത് നമ്മൾ ഡ്യൂറേഷൻ ആണ്, എത്ര നേരമാണ് നമ്മുടെ പേജ് അതിനകത്ത് ആളുകൾ നിന്നേനാണ് നമ്മൾ അറിയാൻ പോകുന്നത്, ആ പർപ്പസിന് വേണ്ടിയാണ്. സോ വി ക്യാൻ ഡ്യൂറേഷൻ ആണ്. സോ വി ക്യാൻ ലൈക്ക് പേജ് ടൈം, യു ക്യാൻ ജസ്റ്റ് പുട്ട് ദാറ്റ് ടൈം ഓൺ പേജ്. സോ എന്താണ് നിങ്ങൾക്ക് അത് ഗോൾ ഡിസ്ക്രിപ്ഷൻ എന്താണ് ആ ഗോൾ കൊടുക്കുക. ഡ്യൂറേഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, എത്ര മിനിറ്റ് ആണ്. സോ ലെറ്റ്സ് കണ്ടിന്യൂ. വെൻ യു ഹാവ് ലൈക്ക് ഓപ്ഷൻ ഗ്രേറ്റർ ദാൻ, ഇപ്പം 1 minute ഒന്നും കൊടുക്കരുത്, ബിക്കോസ് 1 minute എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ പേജ് നോക്കുന്നുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് 5 minutes ആൻഡ് മോർ. ഇപ്പോൾ ഒരു പേജിനകത്ത് മോർ ദാൻ 5 minutes ആണെങ്കിൽ നമുക്കത് ഗോളായിട്ട് കൺസിഡർ, ലൈക്ക് പീപ്പിൾ ആർ സ്റ്റേയിങ് ഫോർ ദാറ്റ് പർട്ടിക്കുലർ പേജ്. സോ ഈ പർട്ടിക്കുലർ ഗോൾ നമുക്ക് എന്താണ് ഷോ ചെയ്യാൻ പോകുന്നത്, ദാറ്റ് ഹൗ മെനി പേജസ് ആർ ദെയർ വിച്ച് ആക്ച്വലി ജനറേറ്റിംഗ് ദിസ് പർട്ടിക്കുലർ ഗോൾ. സോ ഇത് മോണിറ്ററി വാല്യുവേഷൻ ഉണ്ട്. ഇപ്പം നിങ്ങൾ ബ്ലോഗിങ് എല്ലാം ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര നേരം ആളുകൾ നിങ്ങളുടെ പേജിനകത്ത് നിൽക്കുന്നുണ്ട്, ചാൻസസ് ആർ ഗെറ്റിംഗ് ആഡ് ക്ലിക്ക് ഇസ് മോർ. സോ ആ പർട്ടിക്കുലർ സെക്ഷൻ ആയിരിക്കും വാല്യൂ വരാൻ പോകുന്നത്. ദെൻ യു ക്യാൻ ട്രാക്ക് വെരിഫൈ ദിസ് ഗോൾ. ഓൾറെഡി ഇത് ഗോൾ എത്ര കൺവേർട്ട് ആയിട്ടുണ്ട്, യു ക്യാൻ സീ ദാറ്റ് 5 minutes more നിന്ന് എത്ര പേരാണ്. Now you can, what you can do, you can save this. So this goal name is page time, time on page up section ആണ്. You can save this. അത് കഴിഞ്ഞിട്ട് ലെറ്റർ ഓൺ പോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എഡിറ്റിംഗ് ചെയ്യാൻ പറ്റും. സോ പേജ് ടൈം യു ക്യാൻ അഗൈൻ ഗോ ഹിയർ ആൻഡ് ഇഫ് യു വാണ്ട് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റും, ഈ പർട്ടിക്കുലർ ഗോള് നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റും. സോ ടൈം ഓൺ പേജ്, I just wanted to change this, time on page greater than 5 minutes. So it's a 5 plus. So greater than 5 minutes, time on page 5 plus. So that is greater than this. So continue, timing എല്ലാം okay ആണ്. Save. So time on page 5 plus. So ഞാൻ പേര് ചേഞ്ച് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ചെയ്യും. So that is our duration goal. Third is page per visit, number of pages per visits your website you want to track. ഇപ്പോൾ ഒരാൾ നമ്മുടെ പേജിനകത്ത് വരുമ്പം എത്ര പേജസ് ആണ് ഒരാൾ വന്നിട്ട് നമ്മുടെ സൈറ്റ് വിസിറ്റ് ചെയ്തത്. ദ മോർ പേജ് ഹി ഈസ് ഗോയിങ് ടു വിസിറ്റ്, ദ ചാൻസസ് ഓഫ് കൺവേർഷൻ ഇസ് ഹയർ. സോ നമ്മൾ ഈ ഗോളും ക്രിയേറ്റ് ചെയ്യാം. സോ ഒരു ഗോളിന് ഓരോ ഒബ്ജക്റ്റീവ് ഉണ്ട്. സോ അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഈ ചെയ്യുന്നത്. ദെൻ ഗോ ടു അഗൈൻ കസ്റ്റം, ക്രിയേറ്റ്. സോ now we are going to track like page visit. We are going to track page visit. So page visit, so page visit nathu nammal first etra page aanu visit cheythathu. So now if a person comes to our website, so etra page aanu namukku cheyan pattunnu, you can put
1 page, 2 page, 3 page, 4 page. So I want it just greater than 5 pages. So you can just verify actually നടന്നിട്ടുണ്ടോ ഇല്ലേന്ന്. So 12%, so greater than 5 pages നോക്കി എത്ര പേരാണ്. So you can just save it. Monetary value എല്ലാത്തിനും നിങ്ങൾക്ക് ഓൺ ചെയ്യാൻ പറ്റും. You can just save that option. So that is like fourth one, page per visit. And the fifth one, this is the most important one. ഇതാണ് actually Google Analytics ന്റെ main goal എന്ന് നമ്മൾ പറയുന്നത്. Why? Because Google Analytics can't track these things. Like ഒരു വെബ് ഫോം സബ്മിറ്റ് ചെയ്ത് ബട്ട് ആ വെബ് ഫോം താങ്ക് യു പേജിനകത്ത് പോയില്ലെങ്കിൽ നമുക്ക് ഡെസ്റ്റിനേഷൻ കിട്ടിയില്ല. ഡെസ്റ്റിനേഷൻ കിട്ടാത്തതുകൊണ്ട് നമുക്ക് അവിടെ ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. ബട്ട് നമ്മുടെ സൈറ്റിനകത്ത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഫോം ഉണ്ട്. ആ ഫോം അവിടെ തന്നെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കത്തുള്ളൂ. ദെൻ ഹൗ വി ആർ ഗോയിങ് ടു ട്രാക്ക് ദാറ്റ്? ദെൻ ഔട്ട് ബൗണ്ട് ക്ലിക്സ്, നമ്മുടെ വെബ്സൈറ്റിന് ക്ലിക്ക് ചെയ്ത് പുറത്തോട്ട് പോകുന്ന ലിങ്ക്സ് എങ്ങനെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും? ഇമെയിൽ അഡ്രസ് ക്ലിക്ക്. സോ ഇമെയിൽ അഡ്രസ്സിനെ എത്ര പേര് ക്ലിക്ക് ചെയ്ത്, ക്ലിക്ക് ടു കോൾ ഫോൺ നമ്പർ എത്ര പേര് ക്ലിക്ക് ചെയ്ത്, PDF ഡൗൺലോഡ് ചെയ്ത് എത്ര പേര് ക്ലിക്ക് ചെയ്ത്, ടൈം സ്പെൻഡ് വാച്ചിങ് ഒരു വീഡിയോ എത്ര പേര് ചെയ്ത്, ഫ്ലാഷസ്, അജാക്സ് എലിമെന്റ്സ്, ഇതൊന്നും നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? ഗൂഗിളിനകത്ത് ഡയറക്റ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യാൻ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആൻസർ കാണിക്കത്തില്ല. ബട്ട് ഇഫ് വി ക്രിയേറ്റ് ആൻ ഈവെന്റ്, നമ്മളൊരു ഈവെന്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ വി ആർ ഏബിൾ ടു ട്രാക്ക് ദാറ്റ്. സോ ഹൗ വി can create that? Two simple ways ആണ്. ഒന്ന്, നമ്മൾ ഡെവലപ്പറിന് ഒരു കോഡ് കൊടുക്കുക, ആ കോഡ് അവർ ആ പർട്ടിക്കുലർ സെക്ഷനകത്ത് ഇടുക, അത് വെച്ചിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? ഗോൾ വന്നിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ നമ്മൾ ഗൂഗിൾ ടാഗ് മാനേജർ യൂസ് ചെയ്തിട്ട് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് ഇസ് കോഡ്. സോ കോഡ് ഇസ് ലൈക്ക് വെരി സിമ്പിൾ കോഡാണ്. ഓൺ ക്ലിക്ക് ഈക്വൽ ടു GA സെൻഡ്. എന്ത് സെൻഡ് ചെയ്യേണ്ടത്? ഈവെന്റ് ആണ് സെൻഡ് ചെയ്യേണ്ടത്. സോ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഈവെന്റ് കാറ്റഗറി എന്താണ്? കോൺടാക്ട് ആണ്. സോ കോൺടാക്ട് പേജിനകത്തോട്ടാണ് ക്ലിക്ക് ചെയ്തത്. സോ ഈവെന്റ് ആക്ഷൻ എന്താണ്? സബ്മിറ്റ് ആണ്. ഈവെന്റ് ലേബൽ എന്താണ്? കോൺടാക്ട് പേജ് ഫോം ആണ്. ആൻഡ് ഈവെന്റ് വാല്യൂ I can give any value. I can give like $10, I can 10 rupees. So any value I can offer that. So that is the value. So ഈ കോഡാണ് ആ പർട്ടിക്കുലർ സെക്ഷൻ എവിടെയാണ് ഈ ക്ലിക്ക് നടക്കാൻ പോകുന്നത് ആ ക്ലിക്ക് ബോക്സിനകത്ത് നമ്മൾ ഡെവലപ്പറിനെ കൊടുത്തിട്ട് ഇടിപ്പിക്കണം. വൺസ് വി ഗിവ് ദിസ്, ഒരു വട്ടം നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ when we go come here, create a new goal section, you will see that. Let's click on the custom. Let's click this form submission event, continue, category, action, label, value. So what category we have given, you can just see that category എന്താണ് നമ്മൾ കൊടുത്തേക്കുന്നത്? contact. So you can just copy this contact and you can just paste this here, contact. Action എന്താണ് നമ്മൾ കൊടുത്തേക്കുന്നത്? event action is submit. So you can just give that submit here. So submit. And what event label we have given? Contact form page. So contact label name is contact page form, and then value, how much value we have given? We have given 10. So ഇതാണ് പർട്ടിക്കുലർ നമ്മൾ ആ ഫോം കോഡിനകത്ത് ചെയ്ത് കഴിഞ്ഞാൽ we can put this as a goal setup. So that is the one way of setting up. Okay, and ഇത് പർട്ടിക്കുലർ സെക്ഷനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ പർട്ടിക്കുലർ ആക്ഷൻ നടന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? ട്രാക്ക് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ദ ഈവെന്റ് സെറ്റപ്പ് ഗോൾ. ദെൻ ഓൾസോ വൺ മോർ തിങ്, യു ക്യാൻ യൂസ് ഗൂഗിൾ അനലിറ്റിക്സ്, ഗൂഗിൾ ടാഗ് മാനേജർ ടു സെറ്റ് അപ്പ് GA അനലിറ്റിക്സ്. സോ ദാറ്റ്സ് വെരി സിമ്പിൾ. സോ യു ക്യാൻ ജസ്റ്റ് you can create this code from this URL. So the contact URL, പേജ് ഈവെന്റിന്റെ നമ്മളെ ഫോമിന്റെ സബ്മിഷന്റെ URL you can use like category എന്താണ്, actions എന്താണ്, labels എന്താണ്, value എന്താണ്. You can use this. You can create that code from this URL. I will leave this in വീഡിയോയുടെ താഴെ ഞാൻ ആ ലിങ്ക് ഇടാം. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. That is the one way. Another one way is using tag manager. So when you go to tag manager, you need to just fire this code all of your pages. So this is integration of Comito Analytics. This is very simple analytics. ഈ സ്ക്രിപ്റ്റ് കോഡ് നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ പേജസിനകത്ത് ഫയർ ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കലി ദാറ്റ് ഈവെന്റ് വിൽ ബി ഗെറ്റ് ട്രാക്ഡ് ഇൻ യുവർ അനാലിറ്റിക്സ്. സോ ദാറ്റ് ഈസ് ദ വേ ഹൗ യു ക്യാൻ ഗെറ്റ് ട്രാക്ക് യുവർ ഈവെന്റ്സ് ആൻഡ് യു വിൽ സീ ദ റിസൾട്ട്സ് ഇൻ യുവർ ഈവെന്റ് സെക്ഷൻ. സോ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഐ എം പ്ലാനിങ് ടു ക്രിയേറ്റ് എ മോർ ഡെപ്ത് വീഡിയോ ഓൺ ഈവെന്റ് ഓൺലി, ബിക്കോസ് ഈവെന്റ് ഇച്ചിരി കൂടെ ഡെപ്ത് ആണ്. So I am planning to create one more video on that. ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ I don't want it to make too long. So ഇപ്പം ഈ ഇവന്റ് സെക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ
ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെലൈക്കൺ നിൽക്കാൻ മറക്കരുത്, ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ. ഇപ്പോൾ എന്തെങ്കിലും സ്പെസിഫിക് കമൻറ്റ് ഉണ്ടെങ്കിൽ പ്ലീസ് ലീവ് എ കമൻറ്റ് ബിലോ, വിൽ ടേക്ക് ദാറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് come up with your answers. And guys, that's it in this particular video. Hope you find some value. See you guys in next video. Till then, bye bye, take care.